നമസ്കാരം ബിഗ് ബോസ്. രാവിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അനുമോളോട് അനീഷ് പറഞ്ഞ കാര്യങ്ങളും അനിയമോള് തിരിച്ച് പ്രതികരിച്ച കാര്യവും അതിലോട് പറഞ്ഞ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. രാവിലത്തെ മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് ഓരോരുത്തർക്കും ഓരോ ക്യാപ്ഷൻ കൊടുക്കണമായിരുന്നു. അതായിരുന്നു അവരുടെ ടാസ്ക്. അപ്പോൾ അനീഷ് ആദ്യം എഴുന്നേറ്റ് വന്നിട്ട് അനീഷ് പറഞ്ഞത് അക്ബറിൻ്റെ കാര്യമാണ്. പാട്ടുകളുടെ തോഴൻ, പാട്ടും ജീവിതവും, അങ്ങനെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഷാനവാസ് വന്നിട്ട് നെവിനെ പറയുന്നു കുട്ടികളുടെ തോഴൻ എന്ന് പറയുന്നു. എന്നിട്ട് അതിനെല്ലാം അവർ ഓരോ വിശദീകരണം നൽകുന്നുണ്ട്. എൻ്റെ മോള് വന്നപ്പം ഏറ്റവും കൂടുതൽ അവൾക്ക് ഇഷ്ടമുള്ളത് നെവിനെയാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ അനീഷ് പറയുന്നു അക്ബറിന് പാട്ടും ജീവിതവും, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാട്ടും ജീവിതവും എന്നാണ് പറയുന്നത്. ഒഴുക്കിനെതിരെ നീന്തുന്നു എന്ന് അനീഷിനെ കുറിച്ച് പറയുന്നു. അത് അക്ബറാണ് പറയുന്നത്. എല്ലാവരും ഒരു ഒഴുക്കിൽ പോകുമ്പം അനീഷ് മാത്രം അതിന് നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ ചെയ്യുന്നു. അത് പിടിച്ചു നിൽക്കാൻ പാടാണ് എന്നൊക്കെ പറയുന്നു. അതേപോലെ തന്നെ കരച്ചിൽ റാണി നൂറ പറയുന്നു അനുമോളെക്കുറിച്ച് കരച്ചിൽ റാണിയാണ്. ആദ്യം വന്നപ്പോൾ അത്ര ഇല്ല ഇപ്പം, എന്നാലും പുള്ളിക്കാരി അത് മാറ്റി വെച്ചിട്ടില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഉരുക്കു വനിത എന്ന് ഈ പറഞ്ഞ പോലെ നൂറയെക്കുറിച്ച് നെവിൻ പറയുന്നു, ഉരുക്കു വനിതയെന്ന്. അവസാനം അനുമോൾ വന്നിട്ട് ആദിലയെക്കുറിച്ച് കല്ലെന്നോ ഉരുക്ക് കല്ലെന്നോ അങ്ങനെ എന്തോ പറയുന്നു. അപ്പം നെവിൻ പറയുന്നു അത് ഞാൻ പറഞ്ഞതിൻ്റെ ഇത് പറഞ്ഞതാന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ അവസാനം ആദില വന്നിട്ട് ഷാനവാസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ വലിയ പയരാ മനസ്സിനുള്ളിലെ മുള്ളെന്നോ അങ്ങനെ എന്തോട്ടോ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് രാവിലെ സംഭവങ്ങൾ നടന്നത്. അപ്പം ടാസ്ക് അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നും ആയി തോന്നിയില്ല. പിന്നെ പറഞ്ഞാൽ സാബുമാൻ്റെ ഒരു ഇല്ലായ്മ നമുക്ക് ഫീൽ ചെയ്തു. കാരണം സാബുമാൻ വന്ന് നിപ്പുമൊക്കെ നമ്മളത് മിസ് ചെയ്തു. ഞാൻ സത്യം പറഞ്ഞാൽ കേട്ടോ, ഒരാൾ അവിടെ സത്യം പറഞ്ഞാൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും വരുത്തിയില്ലെങ്കിലും ഒരാൾ പോകുമ്പോഴാണ് ആളുടെ ശൂന്യത നമുക്ക് മനസ്സിലാവുന്നത്, അല്ലേ? അധികം സംസാരമോ പ്രവർത്തികളോ ഒന്നും ഇല്ലാത്തൊരു ആളായിരുന്നു സാബുമാനെങ്കിലും അദ്ദേഹത്തെ അവിടെ പിടിച്ചു നിർത്തിയത് ജനങ്ങളുടെ വോട്ട് ആണ് എന്ന് അത് ശരിയാണെങ്കിൽ അദ്ദേഹത്തെ കുറച്ച് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ആ മിതത്വം എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വേണം കരുതാൻ. അപ്പം അദ്ദേഹത്തെ സത്യം പറഞ്ഞാൽ നമ്മൾ മിസ് ചെയ്തു. ആരെയും പോയപ്പം കുറച്ചധികം മിസ് ചെയ്തു. എന്നാലും പെട്ടെന്ന് ഈ ടാസ്ക് വന്നപ്പോൾ നമ്മൾ സാബുമാൻ ലാസ്റ്റ് വരുന്ന മിക്കവാറും സാബുമാനാണ്, നമ്മളത് മിസ് ചെയ്തു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ടാസ്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും വീണ്ടും പഴയ രീതിയിൽ ഓരോ കുശുമ്പും കുന്നായ്മയും ഒക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ആഴ്ച ടാസ്ക് ആണ്. കഴിഞ്ഞ ദിവസത്തെ ഇതിനകത്ത് നൂറ പറയുന്നൊരു കാര്യമുണ്ട്, അടുത്ത വഴി പറയാം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.